Disclaimer. The content on Market Waves is for educational purposes only and should not be considered financial advice. I am not a licensed financial advisor. All trading decisions involve risk, and you should consult with a qualified professional. Hi traders, good afternoon and welcome to Market Waves. നിഫ്റ്റിയുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 4 ദിവസത്തെ തുടർച്ചയായ നെഗറ്റീവ് ക്ലോസിംഗിന് ശേഷം ഇന്ന് നമുക്കൊരു പോസിറ്റീവ് ക്ലോസിംഗ് തന്നിരിക്കുകയാണ് നിഫ്റ്റി. ഇന്ന് ഒരു 88 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നിഫ്റ്റി തന്നത്. ആകെ തന്ന മൂവ്മെന്റ് എന്ന് പറയുന്നത് 121 പോയിന്റിൻ്റെത് മാത്രമേ ഉള്ളൂ. എങ്കിലും ഇന്നലത്തെ ഓപ്പണിങ്ങിനേക്കാളും ഉയരത്തിൽ ഒരു 152 പോയിന്റിൽ ഇന്നലെ ക്ലോസ് ചെയ്തതിനേക്കാളും 152 പോയിന്റ് ഉയരത്തിൽ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലുപരി ഇന്നലത്തെ ഓപ്പണിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ കാണിച്ചിരുന്ന ഹൈയേക്കാള് ഉയരത്തിൽ ഇന്ന് മൂവ് ചെയ്യാനും നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഇന്നത് ഒരു പോസിറ്റീവ് മൂഡിലോട്ട് നിഫ്റ്റി വീണ്ടും തിരിച്ചു വന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. ഓക്കെ, ഡേ ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ ഇതൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെന്ന് തന്നെ വേണം പറയാൻ. അപ്പർ സൈഡും ലോവർ സൈഡും വിക്സ് ഉണ്ട് എങ്കിൽ പോലും ലോവർ സൈഡാണ് കൂടുതൽ വിക്ക് ഉള്ളത്, അപ്പർ സൈഡ് ചെറിയ വിക്കാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അപേക്ഷിച്ച് നാളെ എങ്ങനെയായിരിക്കണം നമ്മുടെ ട്രേഡ് എന്നൊന്ന് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇന്നലെ പ്ലാൻ ചെയ്തതിനനുസരിച്ച് നമുക്ക് എന്ത് ട്രേഡ് ചെയ്യാൻ സാധ്യമായി എന്ന് പതിവ് പോലെ പരിശോധിച്ച് നോക്കാം. 21,592 എന്ന ലെവൽ ഗ്രീൻ ലൈൻ ആണ്, അത് സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ലാണ്. അതുപോലെ തന്നെ 21,500 അവിടെ റെഡ് കളർ വരച്ചിരിക്കുന്നു, അത് സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ ആണ്. ഇതിനിടയിൽ രണ്ട് ഏരിയ 21,574, 511 എന്ന ഏരിയയിൽ ബ്ലാക്ക് ലൈനുകൾ. ഈ ഏരിയക്കിടയിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ, ഫ്ലാറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ എന്നാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം എങ്ങോട്ട് മൂവ് ചെയ്യുന്നുവോ എന്ന് കാണിക്കുന്ന ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. അത് ഡൗൺവേർഡ് മൂവ്മെന്റ് ആണ് കാണിക്കുന്നതെങ്കിൽ സെല്ല് ചെയ്ത് അഥവാ പുട്ട് ഓപ്ഷൻ എടുത്ത് 592 എന്ന ഗ്രീൻ ലെവൽ അഥവാ അതുവരെ തന്ന ഉയരം സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ട്രേഡ് ചെയ്യാമെന്നും, മറിച്ച് 24,511 ലെവലിൽ ഓപ്പൺ ചെയ്ത് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനാണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ തന്ന ലോ ഓർ പ്രധാനമായും 24,500 ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം എന്നുമായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ നല്ല ഹെവി ഗ്യാപ്പ് അപ്പ് ആണ്. ഗ്യാപ്പ് അപ്പ് ആദ്യത്തെ 5 മിനിറ്റ് തന്നെ, 1 മിനിറ്റിൽ തന്നെ എന്ന് പറയാം. പ്രൈസ് ഞാൻ രേഖപ്പെടുത്തിയിരുന്ന ഗ്രീൻ ലൈൻ, അതായത് സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന ലെവലിന് മുകളിലാണ് ഓപ്പൺ ആയത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഡൗൺ വന്ന് അപ്പോഴ് ക്ലോസ് ചെയ്തു. 5 മിനിറ്റ് ക്യാൻഡിൽ നമുക്ക് വ്യക്തമായും ഇങ്ങനെ ഒരു ക്യാൻഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ തരുന്ന ഒരു ഡയറക്ഷൻ ഞാൻ പരിശോധിക്കുമ്പോൾ ബൈ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ നിലയ്ക്ക് ഞാൻ അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഈ ലെവലിൽ സപ്പോർട്ട് എടുക്കുമ്പോൾ ഇവിടെ നിന്നും ഞാനൊരു കോൾ ഓപ്ഷൻ വാങ്ങി അതുവരെ തന്ന ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്തിരുന്നു. ഞാൻ രേഖപ്പെടുത്തിയിരുന്ന ടാർഗറ്റുകൾ ഓരോന്നോരോന്നായി ലഭിക്കുകയാണ് ചെയ്തത്. ഈ തരത്തിൽ ട്രേഡ് ചെയ്ത എല്ലാവർക്കും തന്നെ ഇന്ന് പോസിറ്റീവായ റിസൾട്ട് ആയിരിക്കും അഥവാ പ്രോഫിറ്റിലായിരിക്കും അവസാനിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. ജസ്റ്റ് ഇതിൽ പലർക്കും ചിലപ്പോഴൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകാവുന്നത് അവര് ഏതെങ്കിലും സ്ട്രൈക്ക് ലെവലിലുള്ള ഓപ്ഷനുകൾ എടുക്കുന്നതുകൊണ്ടാണ്. ഞാൻ സാധാരണയായി മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ 21,600 ലെവലിൽ നിൽക്കുമ്പോൾ നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് 21,600 ലെവലിലാണ്. ഞാൻ അതിന്റെ 50 പോയിന്റ് താഴെയോ ജസ്റ്റ് ATM ആയിട്ട് അതേ ലെവലിലോ നിഫ്റ്റി നിൽക്കുന്ന അതേ ഏരിയയിലോ ഉള്ള ഒരു റൗണ്ട് ഫിഗറിലുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്യാറ്. ആ കണക്കിന് 650 ആ കണക്കിന് നിഫ്റ്റി നിന്നത് 600 ലെവലിലായതുകൊണ്ട് 21,600 ലെവലിലായതുകൊണ്ട് 21,600, 550 എന്ന രണ്ട് സ്ട്രൈക്ക് ലെവലുകളും നമുക്ക് ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കാമായിരുന്നു. ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യുക. അപ്പോൾ നിഫ്റ്റിയുടെ മൂവ്മെന്റ് അനുസരിച്ച് സാമാന്യം ഭേദപ്പെട്ട ഒരു ട്രേഡിംഗ് ഓപ്ഷൻ, വലിയ റിസ്ക്കുമില്ല, ഉയർന്ന വിലയുമല്ല. ഇന്ന് പോരാത്തതിന് നമ്മളുടെ വീക്ക്ലി ക്ലോസിംഗ് ഡേ കൂടിയാണ്, അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വേണം ട്രേഡ് ചെയ്യാൻ. ഞാൻ അപ്പോൾ ട്രേഡ് ചെയ്തിരുന്നത് ഈ പറഞ്ഞ 21,600, 550 എന്ന ഓപ്ഷൻസ് ആണ്, സ്ട്രൈക്ക് ലെവലായിരുന്നു. അത് ആയിരുന്നു ട്രേഡ് ചെയ്യുക എങ്കിൽ എങ്ങനെയായിരുന്നു നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുക എന്നുകൂടി വിശദീകരിക്കാം. അല്പം
വീഡിയോ നീണ്ടുപോയാൽ ഖേദിക്കരുത്. ഇത്തരം എൻ്റെ വീഡിയോകൾ കാണുന്നതിലൂടെ ചിലപ്പോൾ നിങ്ങൾക്കും ട്രേഡിങ്ങിന് പഠിക്കാനുള്ള അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ടാകാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. 21,600 എന്ന ലെവലിലുള്ള കോൾ ഓപ്ഷൻ വാങ്ങുകയായിരുന്നെങ്കിൽ എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഈ വെർട്ടിക്കൽ ലൈൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലത്തെ ലാസ്റ്റ് ക്യാൻഡിൽ ഏതായിരുന്നു എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ 21,600 ലെവലിൽ ഓപ്പൺ ആയപ്പോൾ 21,600ന്റെ കോള് ഈ ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത്. 5 മിനിറ്റ് ക്യാൻഡിൽ ഈ കാണുന്ന പ്രകാരമാണ്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നും ഇത് ഫസ്റ്റ് ചെറിയ ടൈം ഫ്രെയിമുകളിൽ അപ്പോഴും സഞ്ചരിക്കുന്നു എന്ന് ഫീൽ ചെയ്തു. ഈ ഏരിയയിൽ വന്ന് വീണ്ടും സപ്പോർട്ട് എടുക്കുമ്പോൾ ഞാൻ 31 രൂപ റേഞ്ചിലാണ് എൻ്റെ എൻട്രി ഞാൻ ബൈ ചെയ്ത് 31 രൂപ ലെവലിലായിരുന്നു. ഞാൻ അതുവരെ തന്ന ലോ നിഫ്റ്റിക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കുമ്പോഴും ഓപ്ഷനെ സംബന്ധിച്ച് അതേ ലോ അതുവരെ തന്ന ലോ അത്ര പ്രാക്ടിക്കൽ അല്ല. കാരണം ടൈം ഡീകെ എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടതുണ്ട്. സമയം കടന്നു പോകുന്നതിനനുസരിച്ച് പ്രീമിയത്തിന്റെ ഓപ്ഷന്റെ വിലയും കുറഞ്ഞു പോകും. അതായത് പ്രീമിയം മെൽറ്റിംഗ് എന്ന പ്രശ്നവും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ നിഫ്റ്റിയിൽ അതുവരെ തന്നെ ലോ കണക്കാക്കിയിരുന്നെങ്കിലും ഈ ലെവല് ഇന്നലെ ക്ലോസിംഗ് ഉണ്ടായിരുന്ന 17.70 എന്ന ലെവലാണ്. അതിൽ താഴോട്ട് ഒരു കാരണവശാലും ലോസ് ഹോൾഡ് ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. ദറ്റ് മീൻസ് ഏകദേശം 14-15 പോയിന്റ് സ്റ്റോപ്പ് ലോസ് പിടിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇവിടെ എൻ്റർ ആയത്. എന്നാൽ ഞാൻ ആദ്യമേ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് തീർച്ചയായും ഈ 30-ൽ നിന്നും എൻ്റർ ആകുമ്പോൾ 1:1 എന്ന ലെവലിൽ 45 എന്ന ടാർഗറ്റ് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ നിഫ്റ്റി വളരെ വേഗം മൂവ് ചെയ്യുകയും അത് 63 ലെവൽ വരെ ടാർഗറ്റ് തരികയും ചെയ്തു. എങ്കിലും ഞാൻ ഏകദേശം 51-52 റേഞ്ചിൽ എക്സിറ്റ് ആയി. വീണ്ടും നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്കായി വെയിറ്റ് ചെയ്തു. കാരണം നിഫ്റ്റിയും ഒരു ഫസ്റ്റ് അപ്പ് മൂവിന് ശേഷം വീണ്ടും ഒരു ടെസ്റ്റിംഗ് തരും. അങ്ങനെ വരുമ്പോൾ വീണ്ടും നിഫ്റ്റി എൻ്റർ ആവാൻ നമ്മൾക്ക് ഒരു ഓപ്ഷൻ തരുന്നത് ഇതാ ഈ ഏരിയയിൽ നിന്ന് വീണ്ടും നിഫ്റ്റി ഒരു ഡിക്ലൈൻ തന്നെ എൻ്റർ ആയി. അപ്പോൾ ഞാൻ ഓപ്ഷനിൽ രണ്ടാമത് വീണ്ടും എൻ്റർ ആയിരുന്നു. ടൈം പോകുന്നു, നമ്മൾ മാനേജ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ നിന്ന് 45 ലെവലിൽ നിന്നും എൻ്റർ ആയി. അതുവരെ തന്ന ഉയരം തന്നെയാണ് ഞാൻ വീണ്ടും ടാർഗറ്റ് നൽകിയിരുന്നത്. ഓപ്ഷനെ സംബന്ധിച്ച് ടൈം ഡീകെ വരുമ്പോൾ പ്രീമിയം മെൽറ്റിങ് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസിന് ദൂരം കൂടുകയാണ് എങ്കിൽ നമ്മളുടെ ക്വാണ്ടിറ്റി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് സഫർ ചെയ്യാവുന്ന ടോളറേറ്റ് ചെയ്യാവുന്ന ലോസ് അത് എത്രയാണോ അതിനനുസരിച്ച് നമ്മുടെ ക്വാണ്ടിറ്റിയും അഡ്ജസ്റ്റ് ചെയ്യണം. ഫസ്റ്റ് ട്രേഡിൽ പ്രോഫിറ്റ് കിട്ടിയതാണെങ്കിൽ വീണ്ടും ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിനനുസരിച്ച് ഒന്ന് മനക്കണക്ക് കൂട്ടിയാൽ തന്നെ മനസ്സിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ നിന്നും വീണ്ടും എൻ്റർ ആയി. എൻ്റെ ടാർഗറ്റ് അതുവരെ തന്ന ഉയരം തന്നെയായിരുന്നു. അത് നമ്മളുടെ ഈസിയായി ഹിറ്റ് ചെയ്തു. പിന്നീട് വന്നത് ഇന്ന് വ്യാഴാഴ്ചയാണ്, വീക്ക്ലി ക്ലോസിംഗ് ആണ്. ഈ റേഞ്ചിൽ നിഫ്റ്റി വീണ്ടും റെസ്റ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ അവിടെ ഒരു അപ്പ് മൂവ്മെന്റ് പ്രതീക്ഷിച്ച് ഇതേ റേഞ്ചിൽ നിന്ന് വാങ്ങാൻ കഴിഞ്ഞിരുന്നു. അതുവരെ തന്ന ഉയരം നിഫ്റ്റി ഉയരം കൂടുതൽ തന്നിരുന്നു എങ്കിലും ലോസ് അല്ലാത്ത രീതിയിൽ എക്സിറ്റ് ആകാൻ മാത്രമേ ആ ട്രേഡിൽ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെയൊക്കെയുള്ള പ്രത്യേകത എന്താ വെച്ചാൽ മൾട്ടിപ്പിൾ ട്രേഡ് ചെയ്യാൻ നമുക്ക് അവസരം ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് 550ന്റെ കോള് ട്രേഡ് ചെയ്തപ്പോഴും ഉണ്ടായ അവസ്ഥ. ഈ ലൈൻ പറഞ്ഞതുപോലെ ഇന്നലത്തെ ലെവൽ കാണിക്കാനാണ്. ഇന്നത്തെ ആദ്യത്തെ ക്യാൻഡിൽ ഇതായിരുന്നു. അതിന്റെ ലോ 44.30 ആണ്. ഓപ്പൺ ഏരിയ ഞാൻ കണക്കാക്കിയിരുന്നത് ഇവിടെയാണ് 59 റേഞ്ച്. അവിടെ നിന്ന് എൻ്റർ ചെയ്തു. അതുവരെ തന്ന ഉയരം കണക്കാക്കി 81 രൂപയായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ഉള്ള ട്രേഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും എൻ്റർ ചെയ്യാനുള്ള അവസരം തന്നുകൊണ്ട് പ്രോഫിറ്റുകൾ പല പ്രാവശ്യം തന്നു. അപ്പോൾ ഇന്നത്തെ ട്രേഡിങ് എല്ലാവർക്കും തന്നെ ലാഭകരമായിരുന്നിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ മൂവ്മെന്റ് അനുസരിച്ച് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് ഞാൻ എൻ്റേത് ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് വിശദീകരിക്കാം. ഇങ്ങനെയാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 24,692-93 ലെവൽ ഗ്രീൻ ലൈൻ സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല്. അതുപോലെ തന്നെ 24,625 ലെവൽ അത് സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ ആയിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 24,646, 24,685 എന്ന ലെവലുകളാണ് ബ്ലാക്ക് ലൈനുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തരികയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് മൂവ് ചെയ്യുന്നോ ഡൗൺവേർഡ് മൂവ് ചെയ്യുന്നോ എന്നതിനനുസരിച്ച് അത് അപ്വേർഡ് ആണെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ വാങ്ങി അതുവരെ തന്ന ലോ
അല്ലെങ്കിൽ പ്രധാനമായും 24,625 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ആദ്യമായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് തീർച്ചയായും ഈ 24,692 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് ബ്രേക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ഹോൾഡ് ആയാൽ വീണ്ടും ഡിക്ലൈൻ തരുന്ന പക്ഷം അതേ ഡയറക്ഷൻ ട്രേഡ് ചെയ്ത് അപ്വേർഡ് ഡയറക്ഷനിലുള്ള ടാർഗറ്റ് പ്രതീക്ഷിക്കും. അങ്ങനെ അപ്വേർഡ് മൂവ് ചെയ്യും ആകെയാണ് നിഫ്റ്റി എങ്കിൽ ലഭിച്ചേക്കാമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ടാർഗറ്റുകളാണ് 21,731, 21,755, 21,780 എന്ന ലെവലുകൾ. മറിച്ച് ഇനി ഡൗൺവേർഡ് ആണ് നിഫ്റ്റി സഞ്ചരിക്കുന്നത് എങ്കിൽ ഇവിടെ ഒരു ചെറിയ ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് സിഗ്നൽ ആണ് നൽകുന്നത് പ്രൈസ് ആക്ഷൻ പ്രകാരമെങ്കിൽ അതുവരെ തന്ന ഹൈ ഓർ പ്രധാനമായും 24,692 ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും 24,625 എന്ന് പറയുന്ന റെഡ് ലൈൻ തന്നെയാണ് ഫസ്റ്റ് ടാർഗറ്റ്. അത് ബ്രേക്ക് ചെയ്താൽ തുടർന്ന് ലഭിച്ചേക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ 24,602, 24,567, 24,460 എന്ന ലെവലുകളാണ്. അതിവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 24,602 സെല്ലിന്റെ ഡയറക്ഷൻ, സെല്ലിംഗ് ആണ്, ഒരു പുട്ട് ഓപ്ഷനാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അതിന് ലഭിച്ചേക്കാവുന്ന കരുതുന്ന ടാർഗറ്റുകളാണ് 24,602, 24,567, 525, 460, 24,460 എന്നീ ലെവലുകളാണ്. നമുക്കറിയാം ഇപ്പോൾ നിഫ്റ്റി തരുന്നത് സാധാരണയായി ഒരു 120, 150 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ്. ആദ്യത്തെ കുറച്ച് മൂവ്മെന്റ്, കുറച്ച് പോയിന്റ്സ് മൂവ്മെന്റിന്റെ ലെവൽ നമ്മളെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടി സ്പെൻഡ് ആയി പോകും. അപ്പോൾ അതിനുശേഷമുള്ള പോയിന്റുകൾ മാത്രമേ, ഒരു 70-90 പോയിന്റുകളുടെ മൂവ്മെന്റ് മാത്രമേ നമുക്ക് ട്രേഡബിൾ ആയി ലഭിക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ മൾട്ടിപ്പിൾ എൻട്രി ആണ്, പല പ്രാവശ്യം ഒരേ ഡയറക്ഷനിലോട്ട് റീ എൻറ്റർ ചെയ്ത് ട്രേഡ് ചെയ്യുന്നതിലൂടെയാണ് കൂടുതൽ പ്രോഫിറ്റ്. ഒരു സിംഗിൾ ട്രേഡ് അല്ല, അത് തന്നെ ഒരു മൾട്ടിപ്പിൾ ട്രേഡിലൂടെ ട്രേഡ് ചെയ്യുമ്പോഴാണ്, എൻട്രിയിലൂടെ ട്രേഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഗ്രീൻ ലൈൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ലാണ്, 21,692 ആണത്. അതുപോലെ തന്നെ റെഡ് ലൈൻ 21,625, അത് സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ ആണ്. ബ്ലാക്ക് ലൈനുകൾക്കിടയിൽ, അതായത് ഞാൻ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം നാളെ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും ട്രേഡ് എന്നുള്ള കണക്കിലാണ് ഞാൻ ഇങ്ങനെ ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്നും ഈ ഏരിയ കണക്കാക്കുന്നത്. അതേസമയം ഇന്നത്തെ പോലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തരികയാണ്, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന ഏരിയക്ക് മുകളിൽ തരികയാണെങ്കിൽ അതുവരെ തന്നെ ആദ്യത്തെ ടൈം ഫ്രെയിമുകളിൽ തരുന്ന ലോ എത്രയാണോ അതിനെ നോക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിലും, അതുപോലെ ഗ്യാപ്പ് ഡൗൺ ആണ് തരുന്നതെങ്കിൽ അതുവരെ തന്നെ ഹൈ എത്രയാണെന്ന് നോക്കിക്കൊണ്ട് അതേ അങ്ങോട്ടുള്ള ഡയറക്ഷനിലുമേ ട്രേഡ് ചെയ്യാൻ കഴിയൂ. അപ്പോഴെല്ലാം ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകൾ ഞാൻ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് നിഫ്റ്റിയിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.